ആയിട്ട് വന്നിരിക്കുകയാണ്. ഫുഡ് ചാലഞ്ച് വരുമ്പോ ഒക്കെ ഞങ്ങൾ പറയും കുറെ കാലത്തിന് ശേഷം പിന്നെ നമ്മൾ ഈ ബൗളിനെ മറക്കാറുമില്ല, ഞങ്ങൾ സ്മരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നേരെ മുന്നിൽ ഇപ്പോഴും എടുത്തു വെച്ചിരിക്കുന്നത്. ഞങ്ങളോട് ശല്യം ചോദിക്കും, നിങ്ങൾക്ക് ഈ ബൗളൊന്ന് മാറ്റിക്കൂടെ? എവിടൊക്കെ പോയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നത്, അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഈ ബൗള് മാറ്റിക്കൂടെ? ഞങ്ങൾ ഈ ബൗള് മാറ്റാൻ പോണില്ല. ഞങ്ങൾ ഇതാണ് ഈ ബൗള് ഒന്ന് വേറൊരു ബൗള് വെക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും. അപ്പൊ ഈ ബൗൾസ് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഗൈസ്, നമുക്ക് മാറ്റാം. അപ്പൊ നമ്മൾ നമ്മുടെ ചാലഞ്ചിന്റെ വഴുതി മാറുന്നു ഗൈസ്. നമുക്ക് ചാലഞ്ചിലേക്ക് തിരിച്ചു വരാം. ചാലഞ്ചിലേക്ക് വഴുതി വീഴും. അതെ ചാലഞ്ചിലേക്ക് സോറി ചാലഞ്ചിലേക്ക്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ പറയുന്നത്. ഞാൻ പറഞ്ഞുതരാം, സത്യാവസ്ഥ പറഞ്ഞുതരാം. കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോസ് ചെയ്തിട്ട്, അതായത് മുന്നേ ഞങ്ങൾ എടുത്തു വെച്ച വീഡിയോസ് ആയിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവാം. കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ട് എന്നെ നാക്കിന് പോയി വന്നപ്പോഴത്തേക്ക് ഇവിടെ എന്തൊക്കെയോ അതെ പലതും സംഭവിച്ചു. ഇനി പറയാ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാല് ഡ്രൈ വേഴ്സസ് വെറ്റ് ഫുഡാണ്. അതായത് ഭയങ്കര ഒരു ഫുഡ് നമുക്ക് കിട്ടുകയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അത് ഭയങ്കര ഡ്രൈ ആയിട്ട് എന്താ പറയാ ഉണങ്ങി ചുളുങ്ങിയ ഫുഡായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഫുഡിന്റെ തന്നെ അല്ലെങ്കിൽ വെറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡും ആയിരിക്കും. ഇപ്പൊ വെറ്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കഞ്ഞി പറയാം, ഡ്രൈ ആയിട്ടുള്ള ഫുഡ് നമുക്ക് ചിപ്സ് പറയാം, അരി പറയാം, അരി വറുത്തത്, എന്റെ തലയിലുണ്ടല്ലോ അല്ലേ. കുറച്ച് ശർക്കരയും കൂടി ഇട്ട് നല്ല ശർക്കര വെറ്റാവൂല, ഇങ്ങനെ ഇട്ടാ മതി. അപ്പൊ അതാണ് ഇന്ന് നമ്മളുടെ ചാലഞ്ച്. അപ്പൊ നമുക്ക് ചാലഞ്ചിലേക്ക് കടക്കാം. എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല ചാലഞ്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും വെറൈറ്റി ഒന്ന് കയ്യിലുണ്ടാവും, അല്ലാതെ വെറുതെ കൊണ്ടുവരാൻ എനിക്ക് തോന്നുന്നു. ഞങ്ങളും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് എന്തൊക്കെയാണ് ഓൻ എടുത്തു വെച്ചതെന്ന് കാണാൻ വേണ്ടി. അങ്ങനെ നമ്മള് ഫസ്റ്റ് റൗണ്ടിലേക്കുള്ള ഫുഡുകളൊക്കെ വന്നിട്ടുണ്ട്. ഡ്രൈ ഫുഡും വന്നിട്ടുണ്ട്. അതെ, എന്താണ് വന്നതെന്ന് ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല ഗൈസ്. ചൂസ് ചെയ്ത് സെലക്ട് ചെയ്യാനാ എന്താ ഇതൊരു ഭയങ്കര തണുപ്പ്. അതാണല്ലേ. അപ്പൊ തുറന്നു നോക്കാം. 3, 2, 1, go. വെണ്ടക്ക സൂപ്പ്. അതെന്താണ് ഇത്? നമുക്ക് ഡ്രൈ ആയിട്ടുള്ള പച്ചക്കറിയാ. ഇതെന്താ സ്ഥലം? വെണ്ടക്കയോ? വെണ്ടക്ക ഇതെന്താ സാധനം? ഇതൊക്കെ എന്താ? കണ്ടുള്ളൂ, ഞാൻ തിന്നില്ല. വെണ്ടക്ക നോക്കട്ടെ. കക്കിരി വെണ്ടക്ക എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഒരു വയലിങ്ങനെ അരിയുന്ന സമയത്ത് ഒരു കൊഴുപ്പ്. അതെങ്ങനെ? ഇത് മത്തനാന്ന് തോന്നുന്നു. ഇത് നോക്ക്. ഇത് ബീൻസ്. ഒന്നെല്ലാരും ഉണ്ടാക്കണേ. നല്ല ക്രിസ്പിയാണ്. ഞാൻ വെണ്ടക്ക ഒന്ന് നോക്കണേ. സൂപ്പ് കുടിക്കും. പക്ഷെ വയലിട്ട് കഴിഞ്ഞ ഒരു കൊഴുപ്പില്ലേ? ഇതില്ലേ വയലിട്ട് കഴിഞ്ഞാൽ ഒരു കൊഴുപ്പിണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ശരിക്കും ചെമ്പരത്തിത്താളി പോലെ പറയാവുന്നേ. നല്ല വെറൈറ്റി സാധനമായിട്ട് കണ്ടുപിടിച്ച് കൊണ്ടുവന്നു തോന്നുന്നു. ശരിക്കും അത് ഈ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന് കുറെ സാധനങ്ങൾ ആഡ് ആവാണ്ട്. ഇത് സൂപ്പല്ല, അത് താളി പോലെ ഉണ്ട്. ഉപ്പെങ്കി ഉണ്ടോ നല്ല താളി പോലെ ഉണ്ടല്ലേ. അങ്ങനെ ശരിക്കും സൂപ്പ് പോലെ ഉണ്ടാവും. എന്താ ഇതിന്റെ ടേസ്റ്റ് കൂടെ ഇമാജിൻ. അതില് പുല്ലൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാവും കൂടി ഇല്ലല്ലോ. അല്ല എല്ലാം കൂടി വേവിച്ചല്ലേ? നല്ല ചൂടുവെള്ളത്തിലിട്ട് ഉപ്പിട്ട് വേവിച്ചതാ. അല്ല പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ വൃത്തിക്ക് ക്ലീൻ ചെയ്തില്ലേ? അപ്പൊ പുഴു ഉണ്ടാവില്ലേ? അപ്പൊ പുഴു അലിഞ്ഞു പോയിണ്ടാവില്ലേ? അത് തിളപ്പിച്ചെടുത്തല്ലേ? ഇങ്ങനെ വെള്ളത്തിന് വെളുത്ത പുഴ ഉണ്ടാവും. നല്ല സ്ലൈം പോലെ ഉണ്ട്.
ശരിക്കും സ്ലൈം വായിലൊഴിച്ച പോലെ ഉണ്ട്. ഇതൊന്നും കഴിച്ചോ ഒരു കുഴപ്പമില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം. നാളെ ഷാമിക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. എനിക്ക് വേണ്ട, എനിക്ക് ശ്രീന്റെ ഹെൽത്തിന് അല്ല സല്ലു ഇത് എവിടുന്നാ കണ്ടുപിടിച്ചത് ഇങ്ങനത്തെ ഒരു സാധനം? ഈ ആമസോണിൽ വാങ്ങി വെച്ചിട്ടാ? ഇപ്പൊ കോമൺ ആയിട്ട് കടയിലൊക്കെ കിട്ടാനുണ്ട്. ആണ്, നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. പയറോ ബീൻസോ? ബീൻസ്. എനിക്ക് വെണ്ടക്ക ചെറിയ പ്രശ്നം. ബീൻസിന്റെ കുരുക്ക് അത് വരെ ഡ്രൈ ആയിപ്പോയതാ. എനിക്ക് വലിയ വെണ്ടക്ക കിട്ടിയില്ലേ, എനിക്ക് ചെറിയ വെണ്ടക്ക കിട്ടിയില്ല. പക്ഷെ ഇത് വെണ്ടക്ക മൂത്തതായിരുന്നു. അതൊന്നും ഈ ഡ്രൈയിൽ വരുമ്പോ ഒരു മാറ്റമില്ല കേട്ടോ, തോല് തോലായി വരുന്നുണ്ട്. വെണ്ടക്ക അവിടെ നിന്ന് ഞാൻ തരാം. ഞങ്ങൾ ഡ്രൈ വലിയ പീസ് വെണ്ടക്ക ഉണ്ട്. ഇത് ഡ്രൈ ആക്കിയപ്പോ ഇതിന് മധുരം ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. ഞാൻ പറഞ്ഞു എന്തിനടുത്ത് ഉപ്പിട്ടുണ്ട് ഭാഗ്യത്തിന്. ശ്രീ ഇത് ഇരുന്ന് മിക്സ് ചെയ്യാന്നല്ലാതെ മര്യാദക്ക് കഴിക്കുന്നില്ല. അതെ, ഓൾ അതിന്റെ ആ ഒരു സ്ലൈം കൺസിസ്റ്റൻസി ആസ്വദിച്ചോണ്ടിരിക്കുക, അത് കഴിക്കുന്നില്ല. കഞ്ഞി കുടിക്കും. കഞ്ഞി കുടിക്കുന്നത് അതേപോലെ അല്ല ഈ കൊറിയക്കാരൊക്കെ നൂഡിൽസ് ഇങ്ങനെ അങ്ങനെ അതുപോലെ 3 വെണ്ടക്ക ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ പറയുമ്പോ മറ്റേ പോലെ കുടിക്കേ, അത് കാണാൻ ആഗ്രഹം കൊണ്ടാ. 2 കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട്. എനിക്ക് സാധിച്ചപ്പോ എന്നെ കൊണ്ട് അല്ല പക്ഷെ വെണ്ടക്ക എനിക്ക് ഇനി കിട്ടൂലല്ലോ. എങ്ങനെ ശരിക്കും ഇതിന്റെ ഫീൽ എന്താണ് എനിക്കിപ്പോഴും മനസ്സിലായില്ല. ശരിക്കും എന്താ അതിന്റെ ടേസ്റ്റ് എന്ന് മനസ്സിലായില്ല. ഇറക്കാൻ ബുദ്ധിമുട്ടാണ്. നല്ല പറ്റുന്നില്ല. ചൊയൊന്നും ഇല്ല. ഓന് കുറച്ച് ഉപ്പ്, കുറച്ച് ദയ തോന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടെന്ന് വേണ്ടായിരുന്നു അല്ലേ? അതിനോണ്ട് ഒരു ഉപ്പ് രസം ഉണ്ട്. പിന്നെ ഫുള്ള് വഴുവഴുപ്പുണ്ട്. ഇടക്കിടക്ക് ഇടക്കിടക്ക് ഈ വെണ്ടക്ക കടിക്കാൻ കിട്ടുന്നുണ്ട്, അതിന്റെ ഉള്ളിലുള്ള കുരു കടിക്കാൻ കിട്ടുന്നുണ്ട്. വെണ്ടക്ക നന്നായി അല്ല കുരു കടിക്കാൻ കിട്ടുമ്പോ രസം തോന്നുന്നുണ്ട്. പൊതുവെ വെണ്ടക്ക കഴിക്കുമ്പോ അങ്ങനെയല്ല, കുരു കിട്ടുമ്പോ രസം. ഇത് പക്ഷെ മുറ്റു സാധനം അടിച്ചിട്ട് കിട്ടില്ല. എനിക്ക് നല്ലത് കിട്ടി. വീണ്ടും ശ്രീ കഥ കേട്ടിരിക്കുക. ഞാൻ അപ്പുറത്ത് കുറച്ച് സൈഡിലായിട്ട് ശ്രദ്ധിക്കപ്പെടില്ല എന്ന് വിചാരിച്ചിട്ട് തമാശ കളിക്കുക. കുറച്ചിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഒരു മിനിറ്റ്, ഇനി നിന്റെ വക. ഓ ആയിക്കോട്ടെ. അയ്യോ വരുന്നില്ലല്ലേ? അല്ല അതല്ലെങ്കിൽ ഗുളുഗുളു അതില് കൊറേ ബണ്ടൊക്കെ കഷ്ണം വലുതുണ്ട്. ഗുളുഗുളു എന്താ കിട്ടാത്തെ? ഇറക്ക് ചവച്ചിറക്ക്. വേഗം വേഗം കളിക്കുന്നത് എടുത്തു തരാം. വരുന്നുണ്ടോ? അതല്ല, ഇതിങ്ങനെ വിട്ട് ഒട്ടനോളം വായിലേക്ക് പോണം, അല്ലെങ്കിൽ സാധനം കൊണ്ട് പോവാ. അങ്ങോട്ട് വന്നു കഴിഞ്ഞത് വേഗം തന്നെ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. എന്തൊരു സാധനം കൊടുക്കേണ്ടത് നാട്ടിന്റെ അഭിപ്രായം. ഇപ്പോഴാണ് അത് കറക്റ്റ് ഫീൽ ചെയ്യാൻ പറ്റിയത്. മറ്റേത് കുറച്ച് വെണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ അലിയിച്ച് തിന്നുമ്പോഴത്തേക്കും കൊറേ കഥയായിട്ട് ഇങ്ങനെ ഇരിക്കും. നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ റൗണ്ടിൽ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ പോസിറ്റിവിറ്റിയോടെയാണ് ഗൈസ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കണ്ണടച്ചിരിക്കുമ്പോഴേ ഫുഡ് കിട്ടുന്നേ, ടേസ്റ്റുള്ള ഫുഡ് കിട്ടുന്ന പ്രാർത്ഥിച്ചിരിക്കും. അതേ നമുക്ക് വെറ്റാണെങ്കിലും ഡ്രൈ ആണെന്നുണ്ടെങ്കിലും ഏതാണോ അത് കിട്ടിയാൽ മതി. അതെ, അപ്പൊ നമുക്ക് ആർക്കൊക്കെ ട്രൈ കിട്ട, ആർക്കൊക്കെ വെറ്റ് കിട്ട, അതിൽ ഏതാ നല്ലതെന്നൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് ഇത് അത് ശരി, കൊള്ളാലോ നിർത്തല്ലേ. ഞാനതിങ്ങനെ നോക്കിയിരിക്കാൻ, അതുകൊണ്ട് വേഗം പറഞ്ഞത്. ഞാനിത് എല്ലാവർക്കും കുറച്ചു നേരമായിട്ട് ഷാപ്പിക്ക് നാക്കുടക്കിക്കൊണ്ടിരിക്കാണ്. നിങ്ങളെ കനുണ്ടോ? എന്തോ ഒന്നാണ്, ഇന്റത് വേറെന്തോ. 3, 2, 1, go. എന്തൊരു മാന്യനാണ് ഇദ്ദേഹം. ആ പൊടി പോലെ ഇതിലിടാൻ മറന്നിട്ടില്ല. ആ പൊടി ആ മുകളിൽ ടേസ്റ്റ്. പക്ഷെ അത് ശരിക്കും ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആണോ? ഒന്നുകൂടി. ഇല്ല അതില്ല. സൂപ്പി നൂഡിൽസ് ആണ് ഗയ്സ്. സൂപ്പി വെള്ളം കുറച്ച് പോയോ? ഇത് നീ ആവശ്യത്തിന് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ. ടേസ്റ്റ് പോയോ? എനിക്ക് തോന്നുന്നു കുറച്ച് വെള്ളം കൂടുതലുണ്ടാവും. തോന്നിയോ? ഇത് തിന്നതിന് കുഴപ്പമൊന്നുമില്ല ഗൈസ്. കാര്യം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ തിന്നിട്ടുണ്ടല്ലോ. അതെ, കഴിച്ചോളൂ. അതന്നെ ക്രിസ്പി. ഒരു പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഇല്ല അല്ലേ? അല്ല, അത് മസാലേന്റെ അവിടേക്ക് എത്തുമ്പോ ടേസ്റ്റ് ആയി. ആ മസാലേന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. എന്നാലും എനിക്ക് വേണ്ടിയിരുന്നില്ല, വലിയ താല്പര്യമൊന്നുമില്ല. എന്താ ഒരു രസമല്ല. ഒരു അല്ല
വെള്ളം കുറച്ച് കൂടുതലായി മസാല കുറഞ്ഞ് ആ ഒരു ഫ്ലേവർ ആണ് ഇതിനുള്ളത്. ചൂടും ഇല്ല. നല്ലതുണ്ടോ ഇതേ നിനക്ക് ഒരു പാക്കറ്റാണോ അത് 2 പാക്കറ്റാണോ? ഒരു പാക്കറ്റ് ഒരു പാക്കറ്റേ ഉള്ളൂ അല്ലേ? എന്നാ കുറച്ച് വെള്ളമൊക്കെ കുറയ്ക്കായിരുന്നില്ലേ? ഇത് എന്താണിത്? അതോ നല്ല വെറ്റായിക്കോട്ടെ എന്ന് വെച്ച് കൊറേ കോരി ഒഴിച്ചത് നന്നായി. വെള്ളം വെച്ചു. അതല്ല, ഇത് അല്ലാതെ തന്നെ തന്നാ തന്നെ ഇത് വെറ്റ്. പിന്നെ എന്തിനാ ഇത്ര വെള്ളം വെച്ചില്ലേ? ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ ഞാൻ തയ്യാറല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇതിന്റെ ടേസ്റ്റിംഗ് ഒക്കെ വിവരിച്ചു തരട്ടെ. കാടിവെള്ളത്തിൽ നൂഡിൽസ് ഇട്ടാ എങ്ങനെ ഉണ്ടാവും? അതന്നെ കാടിവെള്ളം കുടിച്ചു നോക്കിട്ടോ. കാടിവെള്ളമൊക്കെ കുടിച്ചു നോക്കണം പറയാൻ. അറിയാലോ പശു കാടിവെള്ളം കുടിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സെയിം കളറാ. ചെറുതാവുമ്പോ കുറച്ച് കാടുകളിൽ അതാ ഒരു ഓർമ്മയില്ല. മെമ്മറി ചിരിക്കട്ടെ. പിണ്ണാക്ക് പരുത്തിക്കുരു അങ്ങനത്തെ സ്ഥലമാണ്. ഓള് കാടിവെള്ളം. ഓള് പണിക്ക് കണ്ടില്ല. ഓള് കാടിവെള്ളം കുടിക്കുന്ന പിണ്ണാക്ക് പക്ഷെ ഓളല്ലേ പറഞ്ഞത് കാടിവെള്ളത്തിന്റെ ചൊയ്യാന്ന്. അപ്പൊ ഓക്കല്ലേ അതിന് പരിചയം. കാടിവെള്ളത്തിന് കളറുണ്ട് സത്യമായിട്ടും. അതാ നോക്ക്, ഈ കളറിന്റെ കാടിവെള്ളം. ചൊയലാണോ നിങ്ങള് കളർ പറയാറ്? പറയാൻ വേണ്ടി അല്ല, സാദൃശ്യം ഉണ്ട്. അതല്ല, ശ്രീയും എന്നോട് ഏറ്റു പറഞ്ഞു കാടിവെള്ളത്തിന്. അപ്പൊ ശ്രീ കാടിവെള്ളം ഏറ്റു പറയുന്നവിടെ കുമ്പസാരം നടക്കുന്നുണ്ടോ? ഇത്രയും നേരം എന്റെ കൂടെ നിന്ന് ഞാനല്ലേ? ഉദ്ദേശിന്റെ കൂടെ നിർത്തി പറഞ്ഞതാ. ശരി, അതൊന്നോ ഞാൻ നിന്നോണ്ടിരിക്കും. എന്റെ ഇത് ഇത്രയും ഭാഗം തോന്നി. അതൊക്കെ എത്ര പെട്ടെന്ന് നിന്നാ. കുറച്ചുകൂടെ കൊണ്ട് കടിച്ചു തിന്നൂട്. ടെക്സ്ചർ എങ്ങനെയാ? ടെക്സ്ചർ വളരെ അലിഞ്ഞിട്ടാ. ഓ, അപ്പൊ കാടിവെള്ളത്തിൽ തന്നെ പഴയതായിരിക്കും. അപ്പൊ ഗൈസ് നമ്മള് തേർഡ് റൗണ്ടിലേക്ക് കടക്കുകയാണ്. സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് അതെ, രണ്ടു കൂട്ടർക്കും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. മുട്ടിപ്പോയി. ഞാനിത് ഏതാ ഞാനത്. ഓക്കെ, കഥ പറയാൻ വരുന്നു. അതെ, അപ്പത്തേക്കും ഇവിടെ ഇല്ല, ഇതും വെയിറ്റ് ഇല്ല. ഒന്നിനും വെയിറ്റ് ഇല്ല. ഇല്ലല്ലേ? അപ്പൊ എന്താന്നൊന്നും അറിയില്ല. ഡ്രൈ ആണോ വെറ്റാണോ എന്നൊന്നും അറിയില്ല. 3, 2, 1, go. ഇത് ന്യൂട്ടല്ലി ഇത്രയും മധുരം കഴിച്ച് ശത്തു പോകും. എനിക്കിതെന്താ സാധനം? ഇത് റസ്കോ കൊക്കോ പൗഡറാ. കണ്ടുപിടിച്ചു. ഇങ്ങനത്തെ ഒരു സാധനം പോലും ഇല്ല. വലിയ നല്ലൊരു അടിപൊളി കോംബോ ആണ്. കണ്ടുപിടിക്കാൻ ഞാൻ കണ്ടിട്ട് വേറെന്താ വെറൈറ്റി സാധനമാന്ന് ചോദിച്ചാൽ മറ്റേ പുഡിംഗ് ഒക്കെയാണ്. ഇതിന്റെ ബ്രെഡിന്റെ ഉരിഞ്ഞ വേർഷൻ ആയിട്ട് റസ്കും കൊക്കോ മറ്റേ ചോക്ലേറ്റിന്റെ ഡ്രൈ വേർഷൻ ആയിട്ട് ഭയങ്കര ബുദ്ധി ഉണ്ടോ. വെറ്റില് വന്നത് ബ്രെഡ് ന്യൂട്രലി, ഇത് ഞങ്ങൾക്ക് വന്നത് റസ്കും കൊക്കോ പൗഡർ. അതെ, നേരത്തെ എനിക്ക് തന്നെയായിരുന്നു ഈ പണി കിട്ടിയത്. പക്ഷെ അത് വലിയ കുഴപ്പമില്ലാതെ പോയി. ഫസ്റ്റ് റൗണ്ടിൽ എനിക്ക് കിട്ടിയ പണിന്റെ അത്ര പോലും വരില്ല. ഓ, തിന്നു നോക്കണം. ഞാൻ അത് കഴിച്ചു നോക്കാൻ പോവാണ്. ചിലപ്പോ അതോ നല്ല വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷെ കൊക്കോ പൗഡറിന് കയ്പല്ലേ? അതന്നെ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്. കഴിക്കി കടിക്കി പൊടി മാറ്റി തിന്നുന്നു. എന്താണ് കടിച്ചു തിന്നുമ്പോ എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് ഇങ്ങനെ മിക്സ് ആവുന്ന ഫീൽ ഉണ്ടോ? ഇല്ല. ചോക്ലേറ്റിന്റെ ഭാഗത്തേക്ക് നോക്കിയേ വേണ്ട. വേണ്ട, കയ്പ് മാത്രം. റസ്ക് പിന്നെ ഞാൻ അങ്ങനെ തിന്നോളാം. പക്ഷെ ചോക്ലേറ്റ് എന്ന് പറയുന്നത് കഴിച്ചിട്ട് വയ്യ. ഇതിങ്ങനെ ചോക്ലേറ്റില് ന്യൂട്ടലാന്ന് തോന്നുന്നു. ന്യൂട്ടല ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഞങ്ങൾക്ക് പിടിക്കാൻ പോലും പറ്റില്ല. അത്രയും ചോക്ലേറ്റ് ചത്തുപോകും. ഷുഗർ വരും. തിന്നാനല്ലാതെ തിന്നാൻ പറ്റൂല. ഷുഗർ അങ്ങനെ ഒറ്റ പ്രാവശ്യം ഞാൻ കൊറേ ഷുഗർ മര്യാദക്ക് കഴിച്ചു. ഞാനും കൊറേ കാലം ഷുഗർ കഴിച്ചിട്ട് ഇപ്പൊ ചെവിയൊക്കെ ഇങ്ങനെ ആവുന്നുണ്ട്. എനിക്കിത് മൂക്കൊന്നും കണ്ണെന്നൊക്കെ തോന്നുന്നുണ്ടോ. നല്ല രസമുണ്ട് ഗൈസ്. ഇത്ര ന്യൂട്രല ബ്രെഡ് സോക്ക് ചെയ്ത് എത്ര
അത് ഊതി കളയുന്നുണ്ടോള്. ഞാൻ ഊതി കളഞ്ഞു. ഞാനത് അങ്ങനെ ആവും എന്ന് അറിയിക്കാൻ വേണ്ടി കളിച്ചതല്ലേ. ഇവിടെ മൊത്തം പൊടിയാണ്. പക്ഷേ ഇത് ഊതിയാ പോലെ പോവില്ല. പക്ഷെ ഇത് ഊതിയാ ആ പേടി ഉണ്ടാവും. ഇങ്ങനെ എടുക്കുക. നല്ല രസമുണ്ട് കാണാൻ മുഖം. കൊതി എല്ലായിടത്തും ആക്കി. ഇത് നോക്ക് ഗൈസ്, ഒരു എന്താ റസ്കിന്റെ മുകളിൽ ഇത്രയും കൊക്കോ പൗഡർ ഇട്ടിട്ട് ഇതൊക്കെ പാടില്ലായിരുന്നു. ഇല്ല അങ്ങനെ പാടുണ്ട്. എനിക്ക് ഡ്രൈ ഡ്രൈ അല്ലേ ഇത് മൊത്തം ഡ്രൈ അല്ലേ ഒരു ഇത്തിരി വെള്ളം, ഒരു തുള്ളി വെള്ളം മാറിപ്പോക്കാം. മറ്റേ സിനിമ അല്ലേ സുന്ദരകിലാടി, ഡ്രൈ ഷാമി എന്റെ മുഖം നോക്കട്ടെ. എന്താ ഇത്? ശരിക്കും മൊത്തണ്ട്. മുഖത്ത് എവിടെ ഇല്ലാത്തത്? എവിടെ ഇല്ലാത്തത് ഇതിപ്പോ എല്ലായിടത്തും ഉണ്ട്. എന്ത് സന്തോഷം നോക്കി രണ്ടെണ്ണം സ്വാമി എന്റെ മുഖത്ത് ഫുള്ള് നല്ല ആസ്വദിച്ച് കഴിച്ചോണ്ടിരിക്കുക രണ്ടെണ്ണം കൂടി. ഇതിങ്ങനെ മടക്കിയിട്ട് തിന്നല്ലേ. ഞാൻ ഇക്കഴിഞ്ഞ ഒരു ടിന്ന് രണ്ടാക്കും കൂടി ചെലവാക്കിയിട്ടുണ്ടാവും അല്ലേ? എനിക്ക് തോന്നുന്നു. ഇങ്ങനെയൊന്നും കണ്ട് പഠിക്കാനേ പാടില്ല guys. ഇതും കഴിക്കണ്ട, അത് തീരെ കഴിക്കണ്ട. ഞാൻ അങ്ങനെ മടക്കി. ഇതിങ്ങനെ വരുന്നുണ്ടേ. കണ്ടോ ചൊണ്ടിന് വേണ്ട ആഡിലൊക്കെ ലാവ നമുക്ക് തിന്ന് കഴിയുന്നോടെ എന്റെ ബോധം പോകുന്നതായിരിക്കും. ഓരോ ദിവസമായി ഷുഗർ മര്യാദക്ക് കഴിച്ചിട്ട് അതുകൊണ്ട് ഇപ്പൊ കുറച്ച് ഷുഗർ കഴിച്ചതിന് കുഴപ്പമൊന്നുമില്ല. ഇത് കയ്പുണ്ട് ഗൈസ്. പിന്നെ റസ്കിന്റെ ആ ഒരു taste. അങ്ങനെ ഗൈസ് നമ്മൾ നാലാമത്തെ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. നേരത്തെ ഒരു ദുരന്ത റൗണ്ട് ആയിരുന്നു എനിക്ക്. ഇത്രയും നല്ലൊരു റൗണ്ട് ഈ അടുത്തൊന്നും കിട്ടിയിട്ടില്ല. അതെ, ഇവർക്ക് രണ്ടുപേർക്ക് നല്ല റൗണ്ട് ആയിരുന്നു. ഓർക്ക് നല്ല വെറ്റ് ഫുഡ് ആയിട്ട് നല്ല ചോക്ലേറ്റ് ഉള്ള സാധനം കിട്ടി. എനിക്ക് നല്ല കൊക്കോ പൗഡറും കിട്ടി. ഇനി ഞാനിതില് അതെങ്ങനെ അറിയുന്നില്ല ഇപ്പൊ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അത് മറന്നു പോന്നു, സംസാരത്തിലായി പോകുന്നത്. ഇതിന് വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഇല്ല. അപ്പൊ നമുക്ക് രണ്ടാക്കും ഒന്ന്. അപ്പൊ അത് പണിയാവാനാണ് ചിലപ്പോ ചാൻസ് കൂടുതൽ. ഓക്കെ 3, 2, 1 go. ഇത് വെള്ളത്തിലിട്ട ശരിക്കും ഇതെന്താടാ? വെള്ളത്തിലിട്ട് ചൂടുവെള്ളം വെള്ളത്തിലിട്ട് വേവിച്ച ചിപ്സാ. അയ്യേ വെള്ളത്തിലിട്ട് വേവിച്ച വെണ്ടക്ക, വെള്ളത്തിലിട്ട് വേവിച്ച ചിപ്സ്, വെള്ളത്തിലിട്ട് വേവിച്ചൊന്നുമല്ലാത്ത നൂഡിൽസ്. ഞങ്ങൾക്ക് നല്ല ചിപ്സാ. ഇതന്നെ ഈ അതിൽ വെള്ളത്തിലിട്ടെടുത്ത് വല്ലാത്തൊരവസ്ഥ ശ്രീന്റെ നല്ല ഇത് കൊള്ളാലോ. ഇത് എഴുതാൻ കൊള്ളാം. ഇതേതാ ഞാൻ ചക്ക അല്ല എന്തെങ്കിലും പേര് പൊട്ടറ്റോ പൊട്ടാറ്റോ. പൊട്ടാറ്റോ പൊട്ടാറ്റോ. ഇവനിതിൽ എന്തോ പാചക പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ? എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പതവത പോലെ ഒന്നും ചെയ്തില്ല നല്ല ചൂടുവെള്ളത്തിൽ ചിപ്സ് ഇട്ട് വേവിച്ചത് അല്ല ഒന്നര ചിപ്സിനൊന്നും ജീവനില്ലെന്ന്. എങ്ങനെ കഴിക്കുക ശ്രീ? കഴിക്കുമ്പോ അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യൂ? ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. ഞാൻ ഇപ്പൊ ശരിക്കും ഉരുളക്കിഴങ്ങ് ചീകിട്ട പോലെ ഉണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നും ഒരു വികാരവും ഇല്ല. കുഴപ്പമില്ലേ? ആലോചിക്കുമ്പോ തന്നെ എന്തോ ആവുന്ന ചിപ്സ് വേവിച്ച ചിപ്സ് അതിലിട്ട് നോക്ക്. അതുണ്ടോ മസാല കയ്യിൽ പോയി ഒരു വെന്ത പോലെ. ഇതിനൊന്നും ജീവനില്ലേ? ഇതുണ്ടോ? ഇത്രേ ഉള്ളൂ. തിന്നാലോ ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ കലക്കിട്ടല്ല. ഉരുളക്കിഴങ്ങ് ചീന്തിയിട്ട് കഴുകാനിട്ടത് എടുത്ത് കഴിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പത്. കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടാലേ ചെറുതായിട്ടൊരു ഓയിലും അവിടെ കൂടെ ഇവിടെ കൂടെ പോയിട്ടുണ്ട്. ഇഷ്ടമുണ്ടെന്ന് തോന്നി. ഇഷ്ടമുണ്ടെന്നല്ല, വേറെ വഴിയില്ലാഞ്ഞിട്ട് പോയി തോന്നുന്നു. കണ്ണൊക്കെ കണ്ടോ അങ്ങനെ ഉണ്ടായിട്ട് ഉണ്ടായിട്ട് വന്ന് തിന്നാൻ പറ്റാണ്ടാണ്. ഇത് കണ്ട ഗൈസ്, ഇത് കണ്ടോ? വെള്ളം കുടിച്ചു. ഇത് മൊത്തം ഇതിന്റെ വെള്ളയിലും കുറച്ച് എണ്ണയുണ്ട്. ഇതിങ്ങനെ എടുക്കുകയാണെങ്കിൽ
ഇങ്ങനെ കിട്ടും. എന്നിട്ട് അത് അങ്ങനെ കഴിക്കുക. ഒക്കെ പറ്റിയില്ലെങ്കിൽ അങ്ങനെ കഴിക്കലല്ലോ അല്ലേ? ഉരുളക്കിഴങ്ങ് കഞ്ഞി. ഉരുളക്കിഴങ്ങ് കഞ്ഞി. കറക്റ്റ്. ഇത്രയും വിയേർഡായിട്ടുള്ള ഒരു സാധനം ശ്രീ കഴിക്കുന്നത് എനിക്ക് അത്ഭുതമാവുന്നു ഗൈസ്. കുറച്ച് ഞങ്ങൾക്ക് തെറ്റ്. അപ്പൊ ഗൈസ് ഈ റൗണ്ടില് ഞങ്ങൾക്ക് രണ്ടാക്കും ഡ്രൈയില് ചിപ്സ് വന്ന്, ഈ വെറ്റില് ഈ ചിപ്സ് തന്നെ വെറ്റായിട്ട് വന്നു. ഗൈസ് നമ്മള് കഴിക്കുന്ന ചിപ്സിലുള്ള എണ്ണയാണ് ഗൈസ് ഇത്. വെറുതെ ഒന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചപ്പോ കിട്ടിയ എണ്ണയാണ്. തിളച്ച വെള്ളത്തിൽ ഇട്ടതാ. അപ്പൊ തന്നെ എത്ര എണ്ണ വന്ന് നോക്ക്. ഇത്രയും ഓയിലുള്ള സാധനങ്ങളൊക്കെയാണ് ഗൈസ് നമ്മൾ കഴിച്ചോണ്ടിരിക്കുന്നത്. അതെ. ഇട്ട് കഴിക്കുന്നതാ. അങ്ങനെ ആവരുത്, ഇതുപോലെയോ? ഓ, കഴിക്ക്. തന്ന സാധനം കഴിക്ക്. തന്ന സാധനം കഴിക്കാതിരിക്കാൻ പറ്റൂല. കഴിച്ചോടെ ഞാൻ കഴിച്ചോണ്ടിരിക്കില്ലായിരുന്നോ? ആ, അപ്പൊ ഗൈസ് നമ്മളിത് ലാസ്റ്റ് റൗണ്ടിലേക്ക് കടക്കുകയാണ് ഗൈസ്. ഇതുവരെ വന്നിട്ടുള്ള ഡ്രൈയും വെറ്റുള്ള ഫുഡുകളൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പല ടൈപ്പുകളാണ്. പക്ഷെ ഞാൻ ഈ ചാലത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു സ്ലിപ്പായി പോകും. അതെ, കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഓൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ നിൽക്കരുത്. പോയി നോക്കിക്കോ, ഞാൻ ഇതിൽ പെടും. എന്താ പറഞ്ഞേ? ഇതിൽ പിടിക്കപ്പെട്ടെന്ന്. നന്നായി. ഓക്കേ, സെൽഫി. ഞാൻ എല്ലാരും അവരവർ ആഗ്രഹിച്ച സാധനം തന്നെ കേട്ടോ കിട്ടി. എനിക്ക് പേടിയാവുന്നു ഈ പ്രാവശ്യം പെട്ടുപോവോ. സാധനമുണ്ട്. ഓക്കെ, തുറന്നോക്കാം. 3, 2, 1, go. ഇത് മറ്റേ ചക്ക. ഇതിന്റെ പേരെന്തേനു? ഡ്രൈ ആയിട്ടുള്ള ചക്ക. അതല്ലല്ലേ ഞാൻ പറഞ്ഞത്. ഡ്രൈ ആയിട്ടുള്ള ചക്ക ഞാനത് ഓർമ്മയില്ലാതെ ഞാൻ കണ്ടിട്ട് നോക്കിയേ. ഇങ്ങനെ തന്നെയാ. ആ, നല്ല ടേസ്റ്റാ. ഇതൊരു സ്കെയിലെല്ലാം കൂടെ കൂട്ടിട്ട് ഞാൻ കഴിച്ചോക്കട്ടെ അത്. നല്ല ടേസ്റ്റാ. ചക്ക പോലെ തന്നെ ഉണ്ട് അല്ലേ? ഞാൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ടാ. ഇത് ചക്കയാണ് ശരിക്കും. അത് ചക്ക ഉണക്ക് എന്താ ഉണങ്ങിയത്. ഉണങ്ങിയ ആ ഒരു ഇതാണ്. ഡ്രൈഡ് വെജിറ്റബിൾ പോലെ തന്നെ. ഇത് കണ്ടോ ഗൈസ്, കണ്ടോ? ശരിക്കും ചക്കക്കോളയല്ല, ചക്കച്ചോളന്റെ അതേ ഷേപ്പ്. അതാ എല്ലാവർക്കും പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് കൊള്ളാട്ടത്, നല്ല ടേസ്റ്റ്. ഇതിങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ചക്ക ഇല്ലാത്ത സീസണിൽ വാങ്ങി തിന്നൂടെ? ചക്കക്കൊതി വന്നു കഴിഞ്ഞാല് ചക്ക ഇല്ലാത്ത സീസണിൽ ഇതാക്കാൻ ഇതിനെവിടുന്ന ചക്ക കിട്ടുക? പിന്നെ ആക്കി വെച്ചത് ഞങ്ങൾക്ക് വന്നത് ചക്ക ഷേക്കാണ്. ഇതിലെനിക്ക് വലിയ പ്രതീക്ഷ ഇല്ല. ഞാൻ അതുവരെ ചക്ക ഷേക്ക് കുടിച്ചിട്ടില്ല. ഞാൻ കുടിച്ചില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല കുഴപ്പമൊന്നുമില്ല. നല്ല സുണ്ട്. ഇതാണ് ഗൈസ് ചക്ക ഷേക്ക്. എനിക്ക് ഇഷ്ടമായില്ല സത്യം പറഞ്ഞാല്. എനിക്കിഷ്ടായിട്ടോ ഗൈസ്. ഇതെങ്ങനെ അങ്ങനെ ആക്കുന്നല്ലേ? ഇവളെപ്പോഴും അതില് അത്ഭുതപ്പെട്ടിരിക്കും. മെസ്മറൈസ്ഡാ ഞാൻ. എനിക്കിഷ്ടമല്ല. എന്നാലും എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെ ഈ ചക്ക എങ്ങനെയായി. നല്ല ടേസ്റ്റ് കേട്ടോ, അത് നല്ല ടേസ്റ്റ്. ഇത് ശരിക്കും പഴഞ്ചക്കയാണെന്ന് എനിക്ക് നല്ല ടേസ്റ്റാ കഴിച്ചു. ചില സമയത്ത് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ കിട്ടും. അല്ലെങ്കിൽ അതിന്റെ സൗണ്ട് ഇഷ്ടമായത് കേട്ടോ. വിറക് കഷ്ണം വീഴുന്ന പോലെ ഉണ്ട്. നമ്മളെ എല്ലാ റൗണ്ട്സും കഴിഞ്ഞിരിക്കാണ്. ഡ്രൈ ഫുഡിലും വെറ്റ് ഫുഡിലും എനിക്ക് നല്ല മാത്രമേ കിട്ടുള്ളൂ ഒരുവിധം. ഇവിടെ കഴിച്ചില്ലായി പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു രീതിയിലേ അല്ല ഇത് പോയത്. ഭയങ്കര ഡ്രൈ ഫുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു വേറെ തലം നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് റസ്കിനും കൊക്കോ പൗഡറിൽ 5 ശരിക്കും കണ്ടിട്ടുണ്ട് അല്ലേ? അതെ, അതാണ് എനിക്ക് വേസ്റ്റ് ആയിട്ട് കിട്ടിയത്. പക്ഷെ ഈ ലാസ്റ്റ് കിട്ടിയ ചക്കയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മറ്റേ എന്താ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന വെജീസ് ഷേക്ക് കുടിച്ചിട്ട് കുറച്ച് പശ പോലെ ഉണ്ട്. ഒരു കറ കുത്തൂലേ, അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ന്യൂട്ടല. ഭയങ്കര സാധനമായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത മറ്റേ വെണ്ടക്ക. എന്റെ അത് മറന്നുപോയോ? ഏത് ചിപ്സ്? ഞാൻ പറഞ്ഞില്ലേ ചിപ്സ് ശ്രീക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് മറ്റേതാ പിന്നെ തീരെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ചക്കയൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്ന് വാങ്ങി കഴിച്ചു നോക്കണം കേട്ടോ. പിന്നെ ഇവിടെ പുറത്തുള്ളവർക്കാണെങ്കിൽ ചക്ക കൊണ്ടുപോകും. അപ്പൊ ഇന്നത്തെ വീഡിയോ
ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ഇട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Shamya. This is Anjita. signing off.